ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ടും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മുടെ മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് തന്നെയാണ്. ഇപ്പോൾ പുറമ്പാക്കുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്നാക്സാണ്. അപ്പോൾ കഴിക്കാൻ നേരത്ത് ഒരുപാട് തണുത്തൊന്നും പോകാതെ ചെറു ചൂടോടുകൂടി നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്രെഡാണ്. അപ്പോൾ ചെറിയ ബ്രെഡൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ള ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ എടുത്തിരിക്കുന്ന ബ്രെഡൊക്കെയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പൊടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്തൊന്നും കളയണ്ട, നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കണ്ടോ, എടുത്ത് വെച്ചിരിക്കുന്ന 5 ബ്രെഡ് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ 5 ബ്രെഡ് നമ്മളിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടതാ ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു ജാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുക്കുക. ഇതിനകത്തേക്ക് മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ശരിക്കും ഒന്നിങ്ങ് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമ്മുടെ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നല്ല വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. ഞാനിപ്പോൾ മീഡിയം സൈസുള്ളതായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് സവാളയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സവാള ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് സവാളയൊന്നും വേണ്ട, പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. തീരെ കനം കുറച്ചിട്ട് തന്നെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് ഒരേ ഒരു ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയും മാത്രമേ നമുക്ക് പൊടികളായിട്ട് ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. മല്ലിപ്പൊടി മുളക് പൊടി ഒരുപാട് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത മുളക് പൊടി എരിവുള്ളതല്ല കേട്ടോ, കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുളക് എടുക്കുമ്പോൾ അതനുസരിച്ച് എരിവുള്ള മുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചാണെങ്കിലും ചേർത്താൽ മതി. ഇതെല്ലാം കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സവാളയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലോണം തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും ബാക്കിയുള്ള ചേരുവകളുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് ബ്രെഡ് ചിലപ്പോൾ മുഴുവനും വേണ്ടി വരില്ല, ചിലപ്പോൾ മുഴുവനും വേണ്ടി വരും. അതൊന്ന് നോക്കിയിട്ട് ഇതേപോലെ നല്ല കട്ടിയാവുന്നത് വരെ ഒന്നിങ്ങ് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ബ്രെഡിൻ്റെ പൊടി ബാക്കിയുണ്ടായിരുന്നു. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 2 തവണയായിട്ടാണ് നമ്മുടെ ബ്രെഡ് പൊടി ചേർത്ത് നന്നായിട്ട് തന്നെ ഈ ഒരു കട്ടിക്ക് ഇങ്ങ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ഷേപ്പാക്കി നോക്കുമ്പോൾ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാത്ത പൊടിഞ്ഞൊന്നും പോകാത്ത ആ ഒരു രീതിക്കാവുന്നവരെ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്ത് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട്, ഇത് മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ കയ്യിലെടുത്ത് ഇതേപോലെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടിക്കാണോ ഇരിക്കുന്നത്. അതായത് ഒരെണ്ണടുത്തൊന്ന് ഷേപ്പാക്കി നോക്കുമ്പോൾ തന്നെ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോരാതെ വിട്ടൊന്നും പോരാതെ കറക്റ്റായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് ബ്രെഡ് പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ഒരുമിച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിലുള്ള നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി അങ്ങ് ഉരുട്ടിയെടുക്കാം. നമുക്ക് സാധാരണ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിംഗർ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. കണ്ടോ, കയ്യിൽ നല്ലോണം പ്രസ് ചെയ്ത് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ അങ്ങ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങ് ആക്കിയെടുക്കുകയാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടി കൂടുതലുള്ള, തീരെ അങ്ങ് കനം കുറഞ്ഞതുമല്ലാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാക്കി എല്ലാ മിക്സും അങ്ങ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് മുഴുവൻ നമ്മളിവിടെ ഫിംഗർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 11 എണ്ണം ഉണ്ട് കേട്ടോ.
ഈ ഒരു വലിപ്പത്തിലുള്ള 11 സ്നാക്സ് പോലെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അത്രയും തന്നെ കട്ട്ലേറ്റിനുള്ളതാണെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 ബ്രെഡിൽ നിന്നും അതേപോലെ തന്നെ മീഡിയം സൈസുള്ള ഒരു 3 ഉരുളക്കിഴങ്ങിൽ നിന്നുമാണ് നമ്മൾ ഇത്രയധികം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കോട്ടിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കോട്ടിങ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് പോവും. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിൽ ഇരിക്കാനും പാടില്ല. നമ്മൾ സ്പൂണിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു കട്ടി വേണം എന്തായാലും, എന്ന് തീരെ അങ്ങ് കനം കുറഞ്ഞും പോകരുത്. കണ്ടതാ ഇതേപോലെ ഒരുപാട് ലൂസും ഇല്ല എന്നാൽ നല്ല കട്ടിയില്ലാത്ത ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മൈദയുടെ മിക്സ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് പൊട്ടി പോരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കൂടെ തന്നെ കോട്ടിങ്ങിന് വേണ്ടി ബ്രെഡ് ക്രംസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ബ്രെഡ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലെക്സ് ആണെങ്കിലും എടുത്താൽ മതിയാവും. എടുത്തിരിക്കുന്ന ഓരോ സ്നാക്സും ഇതേപോലെ തന്നെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും നല്ലോണം തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ബ്രെഡ് കോട്ടിങ്ങും അതേപോലെ തന്നെ മൈദയുടെ മിക്സും ഒന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സ്നാക്സും പെട്ടെന്ന് നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 11 സ്നാക്സും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് നമ്മുടെ ആ മിക്സ് ഫിംഗർ ഷേപ്പിലുള്ള മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയേണ്ട, നമുക്ക് നേരെ ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ മേളിലേക്കും കൂടി ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം ഒരു വശമൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 വശത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ശരിക്കും ഒരു ഗോൾഡൻ കളറെ പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ കൺവെട്ടത്തെ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ. കണ്ടതാ 2 വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ വന്നപ്പോൾ ഇതേപോലെ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കണ്ടല്ലോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ അതേ ഓയിലിട്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. പിന്നെ ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ എല്ലാം ഒരേ കനത്തിലൊന്നും ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലിട്ട് കഴിയുമ്പോൾ പലതും പല കനമാണെന്നുണ്ടെങ്കിൽ വേവിലും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാ സ്നാക്സും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടതാ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റും ഒരുപാടൊന്നും മുരിഞ്ഞൊന്നും പോകാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേ കനത്തിലും ഒരേ ഷേപ്പിലും വലിപ്പത്തിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറക്കാതെ മിസ് ചെയ്യാതെ സിമ്പിളായിട്ടുള്ള ഈ സ്നാക്സ് വൈകുന്നേരം ചായക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ചേർത്തിരിക്കുന്ന ആ ഒരു മുളക് പൊടിയുടെയും അതേപോലെ തന്നെ ഗരം മസാലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ചെറിയൊരു എരിവുണ്ടാവും. അത്രയേ ഉള്ളൂ. എന്നാലും ഓവറായിട്ടുള്ള എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി മാക്സിമം നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, പൊള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇതേപോലെ ടൊമാറ്റോ സോസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസിൻ്റെയോ ചായയുടെയോ ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.